നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നവംബർ 4 ചൊവ്വാഴ്ചയാണ്, തുലാം 18 പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് 24ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ന്യൂസ് ബ്രേക്സിൽ വിശദമായ വാർത്തകളിലേക്ക്. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ തടവുകാരനായി തൃശൂരിൽ വ്യാപക തെരച്ചിൽ. തമിഴ്നാട് പോലീസ് വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിക്കുന്ന സമയത്തായിരുന്നു കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ ചാടിപ്പോയത്. 53 കേസുകളിൽ പ്രതിയാണ് ബാലമുരുകൻ. ഇനി ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളുമായി 24 പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും, കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനും, കോഴിക്കോട് നിന്ന് YS അഭിനന്ദും, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയുമാണ് ചേരുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ ഉമേഷ് ബാലകൃഷ്ണനുണ്ട്. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു പിടി വാർത്തകൾ ഇന്ന് വരാനുണ്ടല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വർക്കലയിൽ കേരള എക്സ്പ്രസിൽ നിന്ന് മദ്യപൻ തള്ളിയിട്ട യുവതിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. അതേപോലെ തന്നെ ഇയാൾക്ക് മേലുള്ള നടപടികൾ എന്തൊക്കെയാണ്? SIR നടപടികൾക്ക് ഇന്ന് തുടക്കമാകുകയാണല്ലോ. BLOമാർ ഇന്നു മുതൽ വീടുകളിൽ എത്തിച്ചേരുമല്ലോ. എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് അവർക്ക് നൽകിയിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എന്തായാലും ഏറ്റവും സുപ്രധാനം വർക്കലയിൽ ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെ ആരോഗ്യാവസ്ഥ തന്നെയാണ്. ഇപ്പോഴും മാറ്റമില്ലാതെ ആരോഗ്യാവസ്ഥ തുടരുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ചികിത്സ തുടരുന്നുണ്ട്. മെഡിക്കൽ ബോർഡ് 10 മണിയോടുകൂടി യോഗം ചേരും. അതിനുശേഷം ആരോഗ്യ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനാണ് സാധ്യത. നിലവിൽ 24 മണിക്കൂർ കഴിഞ്ഞ് ഈ അപകടനില തരണം ചെയ്തു എന്ന് പറയാൻ കഴിയൂ. അതേസമയം പ്രതി സുരേഷ് കുമാറിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകും. ഇന്നലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. ഈ വധശ്രമം അടക്കമുള്ള ഗുരുതര കുറ്റങ്ങൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. റെയിൽവേ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ നടപടിയുമായി റെയിൽവേ പോലീസും മുന്നോട്ട് പോവുകയാണ്. പ്രതി കഴിഞ്ഞ ദിവസം തന്നെ താൻ ചെയ്ത കുറ്റം സമ്മതിച്ചിരുന്നു. ഇത്തരത്തിൽ വഴിയിൽ നേരിയ രീതിയിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് തനിക്ക് അപ്പോഴുണ്ടായ പ്രകോപനത്തിൽ താൻ ആക്രമിക്കുകയായിരുന്നു എന്നാണ് പ്രതിയുടെ വിശദീകരണം. പക്ഷേ എന്തായാലും ഗുരുതര വകുപ്പുകൾ ചുമത്തി തന്നെയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ ഇന്നു മുതൽ SIR ആരംഭിക്കുന്നു, അതിൻ്റെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി SIR നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇന്നു മുതൽ ഒരു മാസക്കാലം എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുകയും പേര് ചേർക്കാനുമുള്ള നടപടിക്രമങ്ങളാണ്. ഇന്നു മുതൽ ഒക്ടോബർ 27 വരെ വീടുകളിൽ BLOമാർ നേരിട്ടെത്തി എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യും. ആ ഫോമുകളിൽ ഓരോ വോട്ടർമാരും, അതായത് കേരളത്തിലാകെ 2,80,00,000 വോട്ടർമാരുണ്ട്. ഓരോരുത്തരെയും കണ്ട് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്ത് അതിൽ ഒപ്പിട്ട് നൽകണം. അതിൽ നേരത്തെ 2003 വോട്ടർ പട്ടിക പ്രകാരമെല്ലാം ഉള്ള സ്വന്തം പേരുണ്ടെങ്കിൽ അതിൽ വേറെ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. പേര് ഇല്ല എങ്കിലാണ് അധികം രേഖകൾ മറ്റും ചോദിക്കണമെങ്കിൽ അത് നൽകേണ്ടി വരും. ഇത്തരത്തിൽ ദീർഘമായ നടപടിക്രമങ്ങളിലൂടെ ഈ ഒരു മാസം കടന്നു പോകും. അതിനുശേഷം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. കരട് വോട്ടർ പട്ടികയിൽ ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാൻ വീണ്ടും ഒരു മാസം എന്തായാലും സാവകാശമുണ്ട്. അതേസമയം നാളെയാണ് മുഖ്യമന്ത്രി വിളിക്കുന്ന സർവകക്ഷി യോഗം. ഇതിൽ കോൺഗ്രസും LDFും ശക്തമായി SIRനെതിരെ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. തുടർ നിയമ നടപടിയെല്ലാം സ്വീകരിക്കുന്ന കാര്യം നാളത്തെ സർവകക്ഷി യോഗം തീരുമാനിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഇന്നിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ഇവിടെയാണ്. കൂടാതെ മറ്റു ഏറ്റവും സുപ്രധാനമായ വാർത്ത ഈ CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗമാണ്. നമുക്കറിയാം, കഴിഞ്ഞ CPI സംസ്ഥാന കൗൺസിൽ യോഗം എത്രത്തോളം വിവാദമുണ്ടായി അല്ലെങ്കിൽ എത്രത്തോളം നിർണായക തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്ത കൗൺസിൽ യോഗമാണ്. പക്ഷേ ഇന്ന് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അന്ന് എടുത്ത തീരുമാനങ്ങളും അതിനുശേഷം CPM അംഗീകരിക്കുകയും മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനം നടത്തി അറിയിക്കുകയും ചെയ്തതാണ്. കേന്ദ്രത്തെ PM ശ്രീ പദ്ധതി താൽക്കാലികമായി മരവിപ്പിച്ചു എന്നുള്ള കാര്യം അറിയിക്കുമെന്ന്. പക്ഷേ ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തെ ഈ PM ശ്രീ പദ്ധതി മരവിപ്പിച്ചു എന്നുള്ള വിവരം അറിയിച്ചിട്ടില്ല. സ്വാഭാവികമായി CPI ആണ് ഇതിൽ ആദ്യമായി എതിർപ്പ് ശക്തമായി ഉന്നയിച്ചത്. സ്വാഭാവികമായി CPI സംസ്ഥാന കൗൺസിലിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരാനാണ് സാധ്യത. ക്രിസ്റ്റീന, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. മറ്റ് പ്രതിനിധികളിലേക്ക് പോകും മുമ്പ് ഒരു വാർത്തയിലേക്ക് കൂടി. ശബരിമലയിലെ കട്ടിളപ്പാളി മോഷണ കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കട്ടിളപ്പാളിയിലെ സ്വർണം തട്ടിയെടുത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് SIT തേടുന്നത്. ഈ മാസം 10-ാം തീയതി വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ വൈകാതെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഇതിനു മുൻപ് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയാണ് SIT. ഇനി മധ്യകേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളുമായി കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനാണ് ചേരുന്നത്. നിതിൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഞെട്ടിക്കുന്ന വാർത്തയാണല്ലോ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വന്നത്. വൻ ലഹരിവേട്ട, 6.4 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ടാണല്ലോ യുവാവ് പിടിയിലായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ മധ്യകേരളത്തിൽ നിന്ന് നമുക്ക് ഇന്ന് പ്രതീക്ഷിക്കാവുന്ന മറ്റു വാർത്തകൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ്.
നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ ലഹരി മരുന്ന് വേട്ടയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയാണ് കസ്റ്റംസ് ഇന്റലിജൻസ് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, രഹസ്യമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ബാങ്കോക്കിൽ നിന്ന് വന്ന, വിയറ്റ്നാം വഴി ബാങ്കോക്കിൽ നിന്ന് വന്ന വിമാനത്തിലെ യാത്രക്കാരനെ വിശദമായി തന്നെ പരിശോധന നടത്തിയത്. വയനാട് സ്വദേശി അബ്ദുൾ സമദ് എന്ന യാത്രക്കാരനെയാണ് ഇത്തരത്തിൽ വിശദമായി നടത്തിയ പരിശോധനയിൽ 6 കിലോയിലധികം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത്. ഏതാണ്ട് ഈ വിപണി വിലയിൽ 6 കോടിയിലധികം രൂപ മൂല്യമുണ്ടെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. മാത്രമല്ല ഇയാളുടെ ലഗേജ്, അതായത് ചെക്ക് ഇൻ ലഗേജ് ബാഗ് വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഇയാളെ ഇന്ന് അങ്കമാലിയിലെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യണം. ഈ ലഹരി എവിടെ നിന്ന് ലഭിച്ചു, ആർക്ക് കൈമാറാനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനി അറിയാനുണ്ട്. സ്വാഭാവികമായിട്ടും ആ നിലയിലുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് എന്തായാലും കടന്നിരിക്കുകയാണ്. ഒരു രഹസ്യമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ വൻ ലഹരി മരുന്ന് വേട്ട ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മധ്യകേരളത്തിൽ പ്രതീക്ഷിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട വാർത്ത, ഈ മന്ത്രവാദത്തിനും ആഭിചാരത്തിനുമെതിരെ ഒരു പൊതുതാൽപര്യ ഹർജി നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്നു. അത് ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഈ പ്രധാനമായും ഈ കേരള യുക്തിവാദ സംഘമാണ് ഈ പൊതുതാൽപര്യ ഹർജി നൽകിയത്. നിയമനിർമ്മാണം ആലോചനയിലുണ്ടെന്ന് നേരത്തെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. സ്വാഭാവികമായിട്ടും അതിന്റെ തുടർ നടപടി എപ്രകാരമായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ഇന്ന് കോടതിയിൽ ഈ ഹർജി പരിഗണിക്കവേ സർക്കാർ വ്യക്തമാക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുക. പ്രധാനമായും സാക്ഷരതയിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ ഇത്തരത്തിൽ മന്ത്രവാദവും ആഭിചാരവും ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രധാനമായും 2022 നടന്ന എലന്തൂർ നരബലി കേസ് ചൂണ്ടിക്കാട്ടിയാണ് യുക്തിവാദ സംഘം പിന്നീട് വീണ്ടും കോടതിയെ സമീപിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണം, കോടതി തന്നെ ഇടപെട്ട് സ്വീകരിക്കണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും യുക്തിവാദ സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഹർജിയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇന്ന് മധ്യകേരളത്തിൽ സംഭവിക്കാനിരിക്കുന്നത്. താങ്ക് യു നിതിൻ അംബുജൻ. ഇനി കോഴിക്കോട് നിന്ന് YS അഭിനന്ദാണ് വടക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളിലേക്ക് നമ്മളെ നയിക്കുന്നത്. അഭിനന്ദ, വെരി ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ഈ കൊടുവള്ളി നഗരസഭ വോട്ടർ പട്ടിക ക്രമക്കേട് അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വാർത്തകൾ എന്തൊക്കെയായിരിക്കും? ഒപ്പം തന്നെ ഈ കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറിക്കെതിരായ സമരം ഇന്ന് വീണ്ടും പുനരാരംഭിക്കുകയാണല്ലോ. കൃഷ്ണ, വെരി ഗുഡ് മോർണിംഗ്. കൊടുവള്ളി നഗരസഭയിലെ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് ഇന്ന് വടക്കൻ കേരളത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനമാക്കുന്നത്. നഗരസഭയിലെ വോട്ടർ പട്ടികയിലെ വ്യാപക ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട് UDF നേതാക്കൾ കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 2 ദിവസത്തേക്ക് കൂടി വോട്ട് ചേർക്കാനുള്ള അവസരം നൽകിയിരിക്കുന്നതെന്നാണ് UDF നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കൂടി UDF കടന്നിട്ടുണ്ട്. നഗരസഭാ വോട്ടർ പട്ടിക ക്രമക്കേടിന് പിന്നാലെ തന്നെ ഉയർന്നു വന്ന മറ്റൊരു ആരോപണമായിരുന്നു നഗരസഭാ സെക്രട്ടറി ജോലിക്ക് എത്തുന്നില്ല എന്നത്. 10 ദിവസമായി അദ്ദേഹം തുടർച്ചയായി ജോലിക്കെത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിന് പിന്നാലെയാണ് നഗരസഭാ സെക്രട്ടറി അവിടെ എത്താത്തത്. അങ്ങനെ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകുന്നു. തദ്ദേശ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. മറ്റൊരാളെ ഇന്ന് നിയമിക്കും. ഇന്ന് തന്നെ പുതിയ നഗരസഭാ സെക്രട്ടറി ചുമതല ഏൽക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കാൻ പുതിയ നഗരസഭാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്താനും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമെന്നത് ഫ്രഷ് കട്ട് സമരസമിതി ഇന്ന് പുനരാരംഭിക്കുവാൻ പോകുകയാണ്. ഫ്രഷ് കട്ട് തുറന്ന് പ്രവർത്തിക്കാമെന്ന ജില്ലാ കളക്ടർ അനുമതി നൽകിയതിന് പിന്നാലെ വലിയ പ്രതിഷേധം പ്രദേശവാസികളും സമരസമിതിയും രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും സമരം ആരംഭിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. വൈകിട്ട് 4:30 സമരം ഉദ്ഘാടനം ചെയ്യുക. പ്രൊഫസർ MN കാരശ്ശേരി ആയിരിക്കും സമരം ഉദ്ഘാടനം ചെയ്യുക. 4:30 അമ്പലമുക്കിലായിരിക്കും ഇത്തരത്തിലേക്ക് പ്രദേശവാസികളും സമരസമിതിയും ഒത്തുചേർന്നുകൊണ്ട് സമര പ്രഖ്യാപനം നടത്തുക. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും അത് കടുപ്പിക്കുമെന്ന് തന്നെയാണ് സമരസമിതി വ്യക്തമാക്കുന്നത്. പക്ഷേ ഏത് തരത്തിലുള്ള ആശങ്കകളും പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറാണെന്നും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുവാൻ തയ്യാറാണെന്നാണ് ഇന്നലെ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ വാർത്താ സമ്മേളനത്തിലടക്കം വ്യക്തമാക്കിയത്. ഫ്രഷ് കട്ടുമായിട്ട് ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ളത് തുടരുകയാണ്. പൂർണ്ണ പിന്തുണയാണ് CPIM പ്രഖ്യാപിച്ചിട്ടുള്ളത്. DYFI ആണ് ആദ്യഘട്ടത്തിൽ ഇത് ഏതറ്റം വരെയും സമരസമിതിക്കൊപ്പം തന്നെ പോകുമെന്ന് പറഞ്ഞപ്പോൾ അത് പിന്തുണയുമായിട്ട് CPIM താമരശ്ശേരി ഏരിയ സെക്രട്ടറി ഇന്നലെ പ്രതികരിച്ചിരുന്നു. എന്തായാലും യൂത്ത് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള OJ ജനീഷ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്, ബിനു ചുള്ളിയിലടക്കം ഇന്ന് ഫ്രഷ് കട്ട് സമരസമിതിയിൽ സന്ദർശിക്കുന്നുണ്ടൊപ്പം തന്നെ അവിടെയുള്ള കൂടത്തായിലെ പ്രദേശവാസികളെ സന്ദർശിച്ചുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്താനുള്ള തീരുമാനത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും ഈ 2 വാർത്തകളാണ് വടക്കൻ കേരളത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനമാക്കുന്നത്. ക്രിസ്റ്റീന, താങ്ക് യു. YS അഭിനന്ദാണ് വടക്കൻ കേരളത്തിൽ ഇന്ന് സജീവമാകാൻ സാധ്യതയുള്ള വാർത്തകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഇനി നമ്മൾ പോകുന്നത് രാജ്യതലസ്ഥാനത്തേക്കാണ്. ഇവിടെ ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. രാജ്യതലസ്ഥാനത്ത് നിന്ന് വരാൻ നിരവധി വാർത്തകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രതിപക്ഷ പാർട്ടികൾ ഇത്രയധികം എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും SIR നടപ്പാക്കുന്നതുമായി മുന്നോട്ട് പോവുകയാണല്ലോ. അതിന്റെ ആ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ഇന്ന് ആരംഭിക്കുകയാണ്. പല സംസ്ഥാനങ്ങളിലും BLOമാർ വീടുകളിലെത്തും. ഒപ്പം തന്നെ സുപ്രീം കോടതിയിൽ ഇതിനെതിരായ ഹർജികൾ ഇന്ന് പരിഗണനയ്ക്ക് വരിക കൂടിയാണല്ലോ.
വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഇന്ന് രാജ്യതലസ്ഥാനത്തു നിന്നും വരാനിരിക്കുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനം ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. ഇന്ന് ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. വീടുകളിൽ എത്തി BLOമാർ വിവരങ്ങൾ ശേഖരിക്കൽ, ഒത്തുനോക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് ഇന്നു മുതൽ കടക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത് രാജ്യവ്യാപകമായി രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നത് 9 സംസ്ഥാനങ്ങൾ, കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും അടക്കം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന, പ്രധാനമായും ഈ SIRനെതിരെ എതിർപ്പ് ഉയർന്ന 3 സംസ്ഥാനങ്ങൾ അടക്കമുള്ള 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ്. ഈ വിഷയത്തിൽ ഈ സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ശക്തമായ എതിർപ്പുകൾ ഉയർന്നിരുന്നു. പ്രമേയങ്ങൾ SIRനെതിരെ പാസാക്കിയിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ നടപടികളിലേക്ക് SIR കടക്കുന്നത്. പശ്ചിമ ബംഗാളിൽ നിന്നും കടുത്ത എതിർപ്പ് ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഇന്ന് തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധത്തിനാണ് തൃണമൂൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജി, ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അഭിഷേക് ബാനർജി MP അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇന്ന് കൊൽക്കത്തയിൽ പ്രതിഷേധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഇന്ന് ഈ SIRമായി ബന്ധപ്പെട്ട ബീഹാറിലെ SIRമായി ബന്ധപ്പെട്ടുള്ള കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. പ്രധാനമായും ഈ SIR നടപ്പാക്കിയതിനു ശേഷമുള്ള പുതിയ പട്ടികയിലെ മാറ്റങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന നിർദ്ദേശം കഴിഞ്ഞ തവണ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതി നൽകിയിരുന്നു. ഒപ്പം തന്നെ നിലവിലിപ്പോൾ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിയമപ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള വാദമായിരിക്കും ഇന്ന് കോടതിയിൽ പ്രധാനമായും ഉണ്ടാകുക. ഇതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധേയം ഈ SIRനെതിരെ തമിഴ്നാടും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രണ്ടാം ഘട്ട SIR പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരുകയും ആ യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തിരിക്കുന്നത് DMK. ഈ ഒരു ഹർജിയും ഇന്ന് നിലവിലുള്ള ഈ SIR ഹർജികളോടൊപ്പം ചേർന്ന് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും ഈ SIRമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഇന്ന് രാജ്യതലസ്ഥാനത്തു നിന്നും പ്രതീക്ഷിക്കുന്നത്. ക്രിസ്റ്റീന. താങ്ക് യു ബൽറാം നെടുങ്ങാടി. ഇനി നമ്മൾ പോകുന്നത് ബീഹാറിലേക്കാണ്. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയവർ NDAയുടെ പ്രചാരണത്തിനായി സംസ്ഥാനത്ത് ഇന്നെത്തും. 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ജനവിധി തേടുക. ശ്രീനാഥ് ചന്ദ്രനാണ് പട്നയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീനാഥ്, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് പോകുന്നു. സ്റ്റാർ പ്രചാരകരൊക്കെ അവിടെയുണ്ട്, പുതുമുഖ പാർട്ടികളുണ്ട്. ഈ പ്രചാരണങ്ങളൊക്കെ എങ്ങനെ പോയി? ഇന്നിപ്പോൾ ഒരു കൊട്ടിക്കലാശത്തിലേക്ക് പോകുമ്പോൾ പട്നയിൽ നിന്ന് പറയാനുള്ളത് എന്താണ്? കൃഷി, വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും ഒരു നീണ്ട കാലത്തെ ഒരു പ്രചാരണം ഇവിടെ കണ്ടു. അവസാന ലാപ്പിൽ ദേശീയ നേതാക്കൾ കൂട്ടത്തോടെ എത്തി നടത്തിയ പ്രചാരണം, വാക്പോര് കൊണ്ട് നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടിയ ഒരു പ്രചാരണ കാലഘട്ടമാണ് ഈ ആദ്യഘട്ട വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ അവസാനിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നീട് നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കുകയും ചെയ്യും. പക്ഷേ അവസാന ഘട്ടത്തിലും അവസാന ദിനവും പ്രധാനമന്ത്രി അടക്കമുള്ളവരെ നേരിട്ട് എത്തിച്ചുകൊണ്ടാണ് NDAയുടെ ഇന്നത്തെ ഒരു പ്രചാരണം. കൃഷിനെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുണ്ട്, JP നദ്ദയുണ്ട്, അമിത്ഷായുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ തുടർച്ചയായി എല്ലാ ദിവസവും ഇവിടെയുണ്ട്. കോൺഗ്രസ് ആവട്ടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാറി മാറി പ്രചാരണം നടത്തുന്ന, റാലികൾ നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെയും കണ്ടത്. പല വിഷയങ്ങൾ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പാണ്. അവസാന ലാപ്പിലേക്ക് എത്തിയപ്പോൾ സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നം വലിയ ചർച്ചയായി മാറി എന്നത് ശ്രദ്ധേയമാണ്. ജംഗിൾ രാജ്, ലാലു പ്രസാദ് യാദവിന്റെ ഭരണകാലത്തുണ്ടായ ജംഗിൾ രാജാണ് ഒരുപക്ഷെ മഹാസഖ്യം വിജയിച്ചു വന്നാൽ ഇവിടെ വരാൻ പോകുന്നത് എന്ന് പ്രധാനമന്ത്രി പ്രസംഗിച്ച ദിനം തന്നെയാണ് ഒരു പ്രമുഖനായ നേതാവ് ഇവിടെ കൊല്ലപ്പെട്ടത്. അത് NDAക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. പിന്നീട് JDU സ്ഥാനാർത്ഥിയെ അറസ്റ്റ് ചെയ്ത് ആ പരിക്ക് പരിഹരിക്കാൻ വേണ്ടി പരമാവധി NDA ശ്രമിക്കുന്നുമുണ്ട്. ഏതായാലും പല വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്. ഇന്നലെയും കോൺഗ്രസിനെ നിശീതമായ ഭാഷയിലാണ് പ്രധാനമന്ത്രി വിമർശിക്കുകയും ചെയ്തത്. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ പലരും ഈ ആദ്യഘട്ടത്തിൽ വോട്ട് തേടുന്നുണ്ട്. അതിൽ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് ഉണ്ട്. രാഘോപൂരിൽ നിന്നാണ് തേജസ്വി യാദവ് വോട്ട് തേടുന്നത്. ഒപ്പം തന്നെ സാമ്രാട്ട് ചൌധരി താരാപൂർ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നു. നിലവിലെ ഉപമുഖ്യമന്ത്രിയാണ്. BJPയുടെ കരുത്തനായ നേതാവാണ് സാമ്രാട്ട് ചൌധരി. ഒപ്പം ഗായിക മൈഥിലി ഠാക്കൂർ അടക്കമുള്ളവർ ഈ ആദ്യഘട്ടത്തിൽ വോട്ട് തേടുന്നവരുണ്ട്. 18 ജില്ലകളിലായാണ് ഈ 121 മണ്ഡലങ്ങൾ മറ്റന്നാൾ പോൽ ജനവിധി തേടാൻ വേണ്ടി പോകുന്നത്. ശേഷിച്ച 122 മണ്ഡലങ്ങൾ നവംബർ 11-നും എല്ലാം കഴിഞ്ഞ് ബീഹാറിന്റെ ജനവിധി എന്താണെന്ന് നമുക്ക് നവംബർ 14-ാം തീയതി അറിയാൻ കഴിയും. ക്രിസ്റ്റീന. താങ്ക് യു ശ്രീനാഥ്.
ബീഹാറിലെ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ ശ്രദ്ധേയമായ ഒരു കാഴ്ചയായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഒരു കുളത്തിലിറങ്ങിയതും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുമായി സംസാരിക്കുന്നതും. ബഗുസരായ് മണ്ഡലത്തിലായിരുന്നു സംഭവം. രാഹുലിന്റെ പ്രവൃത്തിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ രംഗത്തെത്തി. എന്നാൽ നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത്? ബഗുസരായിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബഗുസരയിലാണ് നമ്മൾ ഉള്ളത്. ബറ എന്ന ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഒരു കുളത്തിലിറങ്ങുകയും മീൻ പിടിക്കുന്ന ആളുകളുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്ത ദൃശ്യങ്ങൾ അത് സംസ്ഥാനത്ത് ബീഹാറിൽ വലിയ രാഷ്ട്രീയ വിവാദമൊക്കെയായി മാറിയിട്ടുണ്ട്. ആ ഇടത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ബുറയിലെ ഈ കുളമാണ് ഈ കാണുന്നത്. അവിടെ കുട്ടികൾ കുളിക്കുന്നതൊക്കെ കാണാം. അത്യാവശ്യം വെള്ളം ഇപ്പോൾ ഈ കുളത്തിലുണ്ട്. അപ്പോൾ ഈ നാട്ടിലെ ഗ്രാമവാസികൾ ഇപ്പോൾ നമ്മളോട് സംസാരിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരോടൊക്കെ ഒന്ന് ചോദിക്കുക എന്താണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സാഹചര്യം, എന്തൊക്കെയാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്നതൊക്കെ. तो इधर क्या मच्छी का खेती होता है क्या? हाँ, इसमें सब डालते हैं तालाब में मच्छी, और हाँ वो सब अपना मारते हैं, खाते हैं। हाँ, कोई वो तो नहीं, कुछ दिक्कत है इधर? नहीं कोई दिक्कत नहीं है। हाँ, दिक्कत नहीं, सब लोग खाते हैं, कोई ऐसा नहीं। इधर कौन करता है ये मच्छी की खेती? गाँव वाला करता है क्या? गांव का है, इसका टेंडर होता है। अच्छा, इसका टेंडर होता है, सरकारी रेट लगता है। 1 साल का होता है, 2 साल का होता है। जैसे वहाँ सरकारी रेट होता है वैसे उसमें टेंडर डाल के दिया जाता है। अभी मच्छी है क्या इसमें? बहुत मच्छी है, बहुत है। अभी मच्छी का वो टाइम है क्या? पकड़ने का टाइम है क्या? नहीं, अभी पकड़ने का टाइम नहीं है, अभी छोड़ने का टाइम है। छोड़ने अभी मच्छी छोड़ने का समय है। अभी छोड़ दिए क्या? हाँ, छोड़ दिया गया अच्छा। जी। 2-3 महीना में गिरा, 2-3 महीना के बाद निकलेगा, 2-3 महीने के बाद निकलेगा। हाँ जी। ഇവർ പറയുന്നത് ഇത് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കുളമാണ്. ഈ സാധാരണ ഇതിൽ മത്സ്യകൃഷി നടത്താൻ വേണ്ടിയുള്ള ടെൻഡർ കൊടുക്കുകയാണ്. അങ്ങനെ ഒരാൾ ടെൻഡർ പിടിച്ചിട്ടുണ്ട്. അയാളിപ്പോൾ മീനിനെ ഇട്ട സമയമാണ്, യഥാർത്ഥത്തിൽ ഇപ്പോൾ മീനിനെ പിടിക്കുന്ന സമയമല്ല. അത് 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് പിടിച്ചു തുടങ്ങുക എന്നതാണ്. അത് ആ ടെൻഡർ കിട്ടിയ വ്യക്തിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിൽ മീൻ പിടിക്കാൻ വേണ്ടി ഗ്രാമവാസികളെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്നലെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇറങ്ങിയ സമയം അത് മീൻ പിടിക്കുന്ന സമയമല്ല. എന്നാൽ പോലും മത്സ്യത്തൊഴിലാളികൾ, ഈ മീൻ പിടിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകൾ അറിയാൻ വേണ്ടി അവരുമായി സംസാരിക്കാനാണ് താൻ അങ്ങനെ ചെയ്തത് എന്നത് രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തിട്ടുണ്ട്. ബഹുസാരിയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. കേരള സർവകലാശാല ഭരണതർക്കം വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്കെന്ന സൂചന. സസ്പെൻഷനിലുള്ള രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ വൈസ് ചാൻസലർ പോലീസിൽ പരാതി നൽകിയേക്കും. സസ്പെൻഷൻ കാലയളവിൽ 500-ലധികം ഫയലുകൾ അനിൽകുമാർ ഒപ്പിട്ടത് നിയമവിരുദ്ധമായെന്നാണ് ആക്ഷേപം. ഇന്നലെ VC മോഹനൻ കുന്നുമ്മൽ ചാൻസലർക്ക് സിൻഡിക്കേറ്റ് യോഗം സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഇതിലാണ് പോലീസിൽ പരാതി നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ വൈസ് ചാൻസലർ മിനിറ്റ്സ് തിരുത്തിയെന്ന സിൻഡിക്കേറ്റ് അംഗം നൽകിയ പരാതിയും പോലീസിന്റെ പരിഗണനയിലാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ സർക്കാരിനെ നോക്കുകുത്തിയാക്കി രാജ്ഭവൻ സ്വന്തം നിലയിൽ VC നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചതിൽ സർക്കാർ നിയമ നടപടിക്ക്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിയമോപദേശം തേടി. ഗവർണറുടെ നടപടി മരവിപ്പിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോടതിയെ സമീപിച്ചേക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടുചേരുകയാണ് ഉമേഷ് ബാലകൃഷ്ണൻ. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ് അഗൈൻ. ഈ വിഷയത്തിൽ ഇവിടെ എന്തിനാണ് സർക്കാർ എന്ന ചോദ്യം ധ്വനിപ്പിച്ചുകൊണ്ടായിരുന്നല്ലോ രാജ്ഭവൻ അപേക്ഷകൾ ക്ഷണിച്ചിരുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു നിയമോപദേശം സർക്കാർ തേടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനി കോടതിയിലേക്ക് പോകാനാണോ സർക്കാരിന്റെ ഒരു തീരുമാനം? തീർച്ചയായും ഗവർണറുടെ ഈ നടപടി സർക്കാരിനെ നോക്കുകുത്തിയാക്കിയാണ് നടപ്പാക്കിയിരിക്കുന്നത്. കാരണം സാധാരണ സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുക മാത്രമാണ് രാജ്ഭവന്റെ ചുമതല. അതിനുശേഷം നോട്ടിഫിക്കേഷൻ ക്ഷണിക്കുക, അതായത് അപേക്ഷകൾ ക്ഷണിക്കുക എന്നുള്ളത് സർക്കാരാണ് ചെയ്യുന്നത്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് ചെയ്യുന്നത്. കഴിഞ്ഞ തൊട്ടു മുൻപ് നടന്ന ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിലും ഒപ്പം സാങ്കേതിക സർവകലാശാല VC നിയമനങ്ങളിലെല്ലാം സമാനമായി സർക്കാരാണ് നോട്ടിഫിക്കേഷൻ ക്ഷണിക്കുന്നത്. പക്ഷേ ഇത്തവണ ആ ഒരു സാഹചര്യം ഉണ്ടായില്ല. രാജ്ഭവൻ തന്നെ സ്വന്തം നിലയിൽ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചു. ഇതിനെതിരെ നിയമോപദേശം തേടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ബിന്ദു 24നോട് പറഞ്ഞിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം ലഭിക്കുന്ന മുറയ്ക്ക് കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. ഇപ്പോൾ താൽക്കാലികമായി ഈ തീരുമാനം മരവിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകുക എന്നുള്ള ആവശ്യമായിരിക്കും മുന്നോട്ട് വയ്ക്കുക. കാരണം ഈ ഡിസംബർ 5-ന് മുൻപ് അപേക്ഷകൾ സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ നോട്ടിഫിക്കേഷനിൽ രാജ്ഭവൻ പറയുന്നത്. എന്തായാലും അതിനു മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ നോട്ടിഫിക്കേഷൻ മരവിപ്പിച്ച് തുടർ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് സർക്കാർ മുന്നിൽ കാണുന്നത്. ക്രിസ്റ്റീന. ഭീമ ഗോൾഡിന്റെ കാസർകോട്ടെ നവീകരിച്ച ഷോറൂം സിനിമാ താരം അനശ്വര രാജൻ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 3 മുതൽ 9 വരെ ആകർഷകമായ ഓഫറുകളാണ് ഭീമ ഗോൾഡ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. വടക്കൻ കേരളത്തിലെ വലിയ റീറ്റെയിൽ ജ്വല്ലറി ഷോറൂമായി പുതിയ ഷോറൂം മാറിയെന്ന് ഭീമ ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ MS സുഹാസ് പറഞ്ഞു. ആകർഷകമായ ആഭരണങ്ങളാൽ ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുകയാണ്
ഭീമ ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂം. പുതിയ ഷോറൂമിലെത്തുന്നവർക്ക് അന്താരാഷ്ട്ര ഗോൾഡ് പർച്ചേസിംഗ് അനുഭവം നൽകുമെന്നാണ് ഭീമയുടെ ഉറപ്പ്. സ്വർണം, ഡയമണ്ട്, പ്ലാറ്റിനം, സിൽവർ തുടങ്ങിയ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഇവിടെയുണ്ട്. നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം സിനിമാ താരം അനശ്വര രാജൻ നിർവഹിച്ചു. ഒരുപാട് സന്തോഷം. കാസർഗോഡ് ഞാൻ ഇവന്റ്സിലധികം വന്നിട്ടില്ല. അപ്പോൾ ഭീമയുടെ 100ാമത്തെ വാർഷികത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്താൻ സാധിച്ചതിൽ ഐ എം സോ ഹാപ്പി. പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ ഓരോ പവനും 1000 രൂപ അധികം നേടാനുള്ള അവസരം. സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ 50% വരെ ഇളവ് തുടങ്ങി ആകർഷകമായ ഓഫറുകളും ഭീമ മുന്നോട്ട് വയ്ക്കുന്നു. 100 years കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ വി ആർ വെരി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ടു റീലോഞ്ച് ദിസ് ഷോറൂം. വി ഹാവ് എ ലോട്ട് ഓഫ് ഓഫേഴ്സ്, എ ലോട്ട് ഓഫ് വെറൈറ്റീസ് ആൻഡ് ലോട്ട് ഓഫ് കളക്ഷൻസ്. സോ എല്ലാ കസ്റ്റമേഴ്സ്, നമ്മുടെ ക്ലയൻസ്, വെൽ വിഷേഴ്സ്, പ്ലീസ് കം ആൻഡ് ഹാവ് എ ലുക്ക് ആൻഡ് ഷോപ്പ് വിത്ത് us ആൻഡ് എൻജോയ്. ഭീമ ഗോൾഡിന്റെ ഡയറക്ടർമാരായ ഗായത്രി സുഹാസ്, നവ്യ സുഹാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് ബ്യൂട്ടിഫുൾ ആംബിയൻസ്. സെക്കൻഡ് ഓഫ് ഓൾ ഞങ്ങളുടെ അത്രയും കളക്ഷൻ എവിടെ ഉണ്ടാവുമെന്നും എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ദി ഓഫേഴ്സ് നൗ ഓൺ ഡിസ്പ്ലേ ആർ വെരി ഗുഡ്. എല്ലാവരും വന്ന് കാണുക, ഷോപ്പ് വിത്ത് us. പാരമ്പര്യത്തിനും ആധുനികതയ്ക്കും തുല്യ പ്രാധാന്യം നൽകിയാണ് നവീകരിച്ച പുതിയ ഷോറൂമിന്റെ പ്രവർത്തനം. 24 കാസർഗോഡ്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ ബസ് കുന്നിൻ ചെരുവിലേക്ക് മറിഞ്ഞ അപകടം 3 പേർ മരിച്ചു, 9 പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എപ്പോഴായിരുന്നു ഈ അപകടം? ക്രിസ്റ്റീന, ഇന്നലെ വൈകിട്ടായിരുന്നു ഈ അപകടമുണ്ടായത്. മധ്യപ്രദേശിലെ ഇൻഡോറിലെ സിംറോളിനടുത്താണ് ബസ് കുന്നിൻ ചെരുവിലേക്ക് മറിഞ്ഞ് ഈ അപകടമുണ്ടായത്. ഈ അപകടമുണ്ടാകുമ്പോൾ ബസ്സിൽ യാത്രക്കാർ കുറവായിരുന്നു. മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ അപകടത്തിൽ 3 പേർ മരിച്ചിട്ടുണ്ട്, 9 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരാൾ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് നിസ്സാര പരിക്ക് മാത്രമാണ് ഏറ്റിരിക്കുന്നത്. മറ്റ് 8 പേരും ചികിത്സയിൽ തുടരുകയാണ്. ഇവർക്ക് വിദഗ്ധ ചികിത്സ ആവശ്യമാണെങ്കിൽ അതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി മോഹൻ യാദവ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ കളക്ടർക്ക്. ഇതോടൊപ്പം തന്നെ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചതായി ഇൻഡോർ കളക്ടർ ശിവം വർമ്മ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ അപകടത്തിന് ഇടയാക്കിയത് ഇടുങ്ങിയ റോഡിലൂടെ ബസ് മുന്നോട്ട് നീങ്ങുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത് എന്നാണ് ഇൻഡോർ പോലീസ് പ്രാഥമികമായി അറിയിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. കൊച്ചിയിൽ രമേശ് ചെന്നിത്തല നയിക്കുന്ന ലഹരി വിരുദ്ധ ജാഥ വോക്ക് എഗെയിൻസ്റ്റ് ഡ്രഗ്സ് നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനാണ് ചേരുന്നത്. നിതിൻ, വെരി ഗുഡ് മോർണിംഗ്. ഇത്തരത്തിലൊരു യാത്ര നടത്തുന്നതിന് മുമ്പ് SKN40 യാത്ര തന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ ജാഥയ്ക്ക് തുടക്കമായോ? വിവരങ്ങൾ. ഒരു നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ 13 ജില്ലകളിലൊക്കെ തന്നെ സമാനമായ നിലയിൽ ഒരു യാത്ര സംഘടിപ്പിച്ചത്. ഗ്രേറ്റ് വാക്ക് അഗെയിൻസ്റ്റ് രമേശ് ചെന്നിത്തല എന്ന് പേരിട്ടുകൊണ്ടാണ് ഈ ഒരു ലഹരിക്കെതിരെയുള്ള സന്ദേശയാത്ര ഇപ്പോൾ വിവിധ ജില്ലകളിൽ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. എറണാകുളം ജില്ലയാണ് ഇതിലെ അവസാനത്തെ ഈ പരിപാടി ഇപ്പോൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. എന്തായാലും ഇതിനു മുൻപ് ഇടുക്കിയിലും സമാനമായി തന്നെ ഈ ഗ്രേറ്റ് വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഈ ക്യാമ്പയിന്റെ ഭാഗമായി തന്നെ സമൂഹത്തിലെ വിവിധ കോണിലുള്ള ആളുകളൊക്കെ തന്നെ ഈ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും വോക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന രമേശ് ചെന്നിത്തലയുടെ ലഹരി വിരുദ്ധ ജാഥ ഇന്ന് കൊച്ചിയിൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന്. ന്യൂസ് ബ്രേക്സിന്റെ സമയം പൂർണ്ണമാവുകയാണ്.